ശ്രീ ഉണ്ണിത്താൻ, എന്താണ് ഗവൺമെൻറ് പ്ലീഡറെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ വാദം? ഇന്ന് വി ഡി സതീശൻ പറഞ്ഞതിൻ്റെ അർത്ഥതലങ്ങൾ എന്തൊക്കെ? നോക്കൂ അജിംഷാദെ, ഗവർണർ പ്ലീഡർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് അതുമായി ബന്ധപ്പെട്ട യാതൊരു വിഷയവുമില്ല. അതുമായി ബന്ധപ്പെട്ട ചില ആശങ്കകളുണ്ടായിരുന്നു, അത് പരിഹരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ലോയേഴ്സ് കോൺഗ്രസ് എന്ന രീതിയിൽ ഒരു വലിയ പരാതികൾ വരുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ലോയേഴ്സ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അവർ കൊടുത്ത ലിസ്റ്റിനകത്ത് ഈ പറഞ്ഞ 2 പേരുകളും അതിനകത്തുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ ആ പേരുകൾ നിങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഈ പറയുന്ന മുൻ നിയമമന്ത്രി പറഞ്ഞതുപോലെയൊന്നും അല്ലല്ലോ. ആ പേരുകൾ അതേപോലെ എഴുതി ചേർത്തു എന്നുള്ളതല്ല. അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ പേരുകളിൽ ആ പേരുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അവരുടെ ലെറ്റർ പാഡിൽ തന്ന പേരുകളിൽ ആ പേരുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ വസ്തുത. അതുമായി ബന്ധപ്പെട്ട് AGയുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല രീതിയിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള അവരുടെ ഒരു കൈകാര്യം ചെയ്ത കേസുകളും അതുമായി ബന്ധപ്പെട്ട് മിടുക്കരായ ആളുകളെ നിയമിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ് ആകുമ്പോൾ അങ്ങനെ നിയമിച്ചാലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഭാഗവുമായി ബന്ധപ്പെട്ട് എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഈ ചട്ടപ്രകാരം AG നൽകുന്ന പട്ടികയിൽ നിന്നല്ലേ ഇത്തരത്തിൽ ശുപാർശ പോകേണ്ടത്? അതെ, അങ്ങനെ അട്ടിമറിക്കുന്ന ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് ലോയേഴ്സ് കോൺഗ്രസിന്റെ ശുപാർശ കത്ത് ഉയർത്തിക്കാട്ടിയെന്ന് മുഖ്യമന്ത്രി ഉയർന്ന വിവാദത്തിന് മറുപടി പറയാൻ ശ്രമിച്ചതാണ്. പക്ഷെ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. അതിൽ സത്യപ്രതിജ്ഞാ ലംഘനമുണ്ട്. കാരണം ആരുടെയും പ്രീതിക്കോ ശുപാർശക്കോ അനുസരിച്ച് താൻ പെരുമാറില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അതാണ് ഓത്ത്. ഈ പി രാജീവ് മുൻ നിയമമന്ത്രി ചൂണ്ടിക്കാണിച്ചത് അതാണ്. അതിന് മറുപടി താങ്കൾക്ക് പറയാം. അതെ, അതിനകത്ത് അതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. അത് എന്താണ് പറഞ്ഞത് അത് നമ്മൾ ആദ്യം തന്നെ ആ പത്രസമ്മേളനം മുഴുവനായി കേട്ട ഒരാൾക്ക് മനസ്സിലാവും. ആ പത്രസമ്മേളനം മുഴുവനായി കേട്ടതാണ്. അതെ, അതിലൊരു ഭാഗമാണ് ഇപ്പോൾ കാട്ടി. അതെ, ആയിക്കോട്ടെ. ആ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്, ഈ ലോയേഴ്സ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒരു പരാതി, അതായത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നിട്ടില്ല, മുഖ്യമന്ത്രിയുടെ മുന്നിൽ അങ്ങനെ പരാതി വന്നിട്ടില്ല. പക്ഷേ മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടുന്ന പരാതി, ഇതുപോലെ 2 പേരുമായി ബന്ധപ്പെട്ടുള്ള പരാതി, ആ പരാതിക്ക് മറുപടി പറയുന്നതിൻ്റെ രൂപത്തിലാണ് അദ്ദേഹം ഈ പറയുന്ന ലോയേഴ്സ് കോൺഗ്രസ് എന്ന് പറയുന്ന പോഷക സംഘടനയുമായി ബന്ധപ്പെട്ട് അവർ നൽകിയ ലിസ്റ്റിനകത്ത് അവർ ഓരോ പോഷക സംഘടനയും അതുമായി ബന്ധപ്പെട്ട ലിസ്റ്റുകൾ റെക്കമെൻഡേഷൻ ലിസ്റ്റുകൾ കൊടുക്കുമല്ലോ, അത് സർക്കാർ പരിഗണിക്കണോ വേണ്ടായോ എന്നുള്ളത് സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ടാണല്ലോ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റെക്കമെൻഡേഷൻ ലെറ്ററിൽ അങ്ങനെ 2 പേരുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ ആ കൊടുത്ത പേരുകളെല്ലാം അംഗീകരിച്ചു അല്ലെങ്കിൽ ആ കൊടുത്ത പേരുകളാണ് ഈ പറയുന്ന ഗവർണർ പ്ലീഡർമാരായി വെച്ചേക്കുന്നത് എന്നുള്ള രീതിയിലേക്കല്ല അദ്ദേഹം പറഞ്ഞത്. അത് AGയുമായി ബന്ധപ്പെട്ട് AGയുടെ റെക്കമെൻഡേഷൻ. പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചത് അങ്ങനെയാണെന്നാണ് താങ്കൾ വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ കേട്ടപ്പോൾ തോന്നിയ കാര്യം മുൻ നിയമമന്ത്രി പറഞ്ഞ പി രാജീവ് പറഞ്ഞ കാര്യങ്ങളാണ്. കാരണം ഈ വിവാദങ്ങളെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ആ സംഘപരിവാറുകാരുടെ പേര് ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ ശുപാർശ കത്തിലുണ്ട്. അതാണ് അതിലേക്ക് വന്നതെന്നാണ് പറഞ്ഞത്. അതിൽ ചട്ടലംഘനമുണ്ട്, സത്യപ്രതിജ്ഞാ ലംഘനമുണ്ട്. അതൊന്ന്. 2, ഇനി താങ്കൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ വി ഡി സതീശൻ പറഞ്ഞതുപോലെ ഈ ലോയേഴ്സ് കോൺഗ്രസ്സിൽ എങ്ങനെയാണ് ഇത്തരത്തിലൊരു സംഘപരിവാറുകാരൻ്റെ പേരെത്തുന്നത്? അത് സ്ക്രീൻ ചെയ്യാതെ എങ്ങനെയാണ് കൊടുക്കുന്നത്? ലോയേഴ്സ് കോൺഗ്രസിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് എടുത്തു കാണിക്കുന്ന മുഖ്യമന്ത്രി എന്തിനാണ് KSUവിനെ തള്ളിപ്പറയുന്നത്? KSU എതിർക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഇത്തരത്തിൽ ലോയേഴ്സ് യൂണിയൻ്റെ ലിസ്റ്റിൽ വന്നത്? ലോയേഴ്സ് യൂണിയനിലെ ഒരു വിഭാഗം തന്നെ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് സംഘപരിവാറുകാരൻ അതിൽ ഇടം പിടിച്ചത്? ആ ഇടം പിടിച്ച ആൾ എങ്ങനെയാണ് ഈ സർക്കാരിൻ്റെ ശുപാർശയിൽ കടന്നുകൂടുന്നത്, പ്ലീഡർ ശുപാർശയിൽ? നോക്കൂ അജിംഷാദെ, ഈ ലോയേഴ്സ് കോൺഗ്രസ് എന്ന് പറയുന്നത് അറിയാമല്ലോ, വക്കീലുമാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കോൺഗ്രസിൻ്റെ പോഷക സംഘടനയാണ്. ആ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ ആയിരിക്കും അവർ റെക്കമെൻഡേഷൻ എന്നുള്ള രീതിയിലേക്ക് പേരുകൾ. അവരുടെ പശ്ചാത്തലം നമ്മൾ അന്വേഷിക്കുമ്പോൾ ആ പശ്ചാത്തലത്തിൽ, അതായത് വക്കീലായി ജോലി ചെയ്യിക്കുന്ന അവരുടെ പശ്ചാത്തലത്തിൽ അവർ ഈ പറയുന്ന കോൺഗ്രസ് യൂണിയനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോൺഗ്രസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അല്ലാതെ അവർക്ക് അവിടെ സംഘപരിവാർ പരിവേഷമില്ല. യൂണിയനിലെ തന്നെ ഒരു വിഭാഗം അത്തരത്തിൽ എങ്ങനെയാണ് ഇതിനെതിരെ രംഗത്ത് വരുന്നത്? KSU എങ്ങനെയാണ് രംഗത്ത് വരുന്നത്? നിങ്ങളുടെ തൃശ്ശൂരിലെ ജില്ലാ തല നേതാവ് ഗോകുൽ ഗുരുവായൂർ പരസ്യമായി പാലം കടക്കുവോളം നാരായണ, അതിനുശേഷം കുരായണ എന്നാണോ എന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നതിലേക്ക് വരെ എത്തി. വളരെ ആർജവത്തോടുകൂടി കായികമായി പാർട്ടിക്ക് വേണ്ടി, നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ഇടപെട്ടിരുന്ന ആളാണ് ഗോകുൽ ഗുരുവായൂർ. ആ പേരെടുത്ത് പറഞ്ഞത് അങ്ങനെ ഒരു സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നിരവധി ഘടകങ്ങൾ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് തന്നെ അതിനെതിരെ രംഗത്ത് വന്നു.
അതെ, പാർട്ടി അതെങ്ങനെ സംഭവിച്ചു? പാർട്ടിയുമായി ബന്ധപ്പെട്ട് സർക്കാരും പാർട്ടിയും എന്ന് പറയുന്നത് ഒരു ഭരിക്കുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ പാർട്ടി എല്ലാ കാര്യങ്ങളിലും സർക്കാർ വഴങ്ങി അല്ല, അങ്ങനത്തെ ഒരു പാർട്ടി അല്ലല്ലോ കോൺഗ്രസ് പാർട്ടി അല്ല UDF സംവിധാനം എന്ന് പറയുന്നത്. അത് നിങ്ങൾ മുൻ കീഴ്വഴക്കങ്ങൾ വെച്ചിട്ട് PSC പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഈ SFIക്കാരെയൊക്കെ കുത്തിത്തിരികി കയറ്റിയതുപോലെയുള്ള ഒരു സംവിധാനം അല്ല. അങ്ങനത്തെ ഒരു സംവിധാനമായിട്ട് നോക്കുമ്പോഴാണ് ഒരു കാര്യം കൂടി, അത് മുൻമന്ത്രി P. രാജീവ് സൂചിപ്പിച്ചാണ്, ഇതിനെ കൂട്ടിച്ചേർക്കുന്നതാണ്, ഞാൻ താങ്കളുടെ മറുപടിയെ തടസ്സപ്പെടുത്തിയല്ല. അതായത് ഈ ഒരു സംഘപരിവാർക്കാരന് ഇങ്ങനെ ഉൾപ്പെട്ടതിന് അദ്ദേഹം പറഞ്ഞ ന്യായീകരണം ലോയേഴ്സിൻ്റെ ശുപാർശയിലുണ്ട്, ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ശുപാർശയിലുണ്ട്. രണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു, ഇതുമായി ബന്ധപ്പെട്ട പ്രാഗൽഭ്യം തെളിയിക്കുന്ന അഡ്വക്കേറ്റിനെ സർക്കാർ നിരയിലെത്തിക്കുക എന്ന്. ഈ DS ശരത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആരോപിക്കപ്പെട്ട ഈ സംഘപരിവാർ പശ്ചാത്തലമുള്ള സംഘപരിവാർ നേതാവായിരുന്ന ഒരാൾ എങ്ങനെ, എന്ത് മികവിൻ്റെ പേരിലാണ്, എന്ത് നിയമപരമായ മികവ് കാട്ടിയിട്ടാണ് അയാളെ റെക്കമെൻഡ് ചെയ്തത്? ഏതെങ്കിലും ഉണ്ടോ? അല്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മിടുക്കനായ അഭിഭാഷകനാണെന്നാണ് എനിക്ക് കിട്ടുന്ന അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ. അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലമല്ല, എന്താണ് ഏതെങ്കിലും ഒരു നിർണായകമായ നാമിയായ കേസോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇന്ന വിഷയങ്ങളിൽ സർക്കാർ അഭിമുഖീകരിക്കാൻ പോകുന്ന, തുടർന്ന് അഭിമുഖീകരിക്കാൻ പോകുന്ന ഈ വിഷയത്തിൽ ഏറ്റവും പ്രാഗൽഭ്യം തെളിയിച്ചൊരു വാദമുള്ള അഡ്വക്കേറ്റാണ് അയാൾ? സംഘപരിവാർ VD സതീശൻ തന്നെ പറഞ്ഞു, 3 CPIM പശ്ചാത്തലമുള്ളവർ, ഒരു BJP പശ്ചാത്തലമുള്ള ആളൊക്കെ എന്താണ് പാർട്ടി മാറി ഇവിടേക്ക് എത്തി എന്ന് പറയുന്ന പോലെ പാർട്ടി മാറിയെത്തി എന്ന ഒരു വാദം വേണമെങ്കിൽ നിങ്ങൾക്ക് വാദത്തിനായി നിരത്താം. പക്ഷേ അപ്പോഴും ചോദിക്കുന്നത്, അങ്ങനെ വരുന്ന ഒരാളിനെ, സംഘപരിവാർ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാളിനെ ഇത്ര പ്രീഷ്യസായി, ഇത്ര പവിത്രമായി അവിടേക്ക് എത്തിക്കേണ്ട എന്ത് പ്രാഗൽഭ്യമാണ് അയാൾ നിയമ നടപടിയിൽ കാണിച്ചിട്ടുള്ളത്, അയാളുടെ പ്രൊഫഷണൽ? അജിംഷാദെ, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഏത് രീതിയിലുള്ള കേസുകളാണ് കൈകാര്യം ചെയ്തതെന്നോ അദ്ദേഹം എന്ത് രീതിയിലാണ് പ്രാഗൽഭ്യം നേടിയതെന്നുള്ളതല്ല ഇവിടെ നമ്മൾ നോക്കേണ്ടത്. എന്താണ് ഇപ്പോൾ ഈ പറയുന്ന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ആരോപണങ്ങളൊന്നും അടിസ്ഥാനമില്ല എന്നുള്ള രീതിയിലേക്കാണ് മുഖ്യമന്ത്രി VD സതീശൻ്റെ പത്രസമ്മേളനം നമ്മളിന്ന് കണ്ടത്. അതായത് ഈ പറയുന്ന ഈ ലോയേഴ്സ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം നടക്കുന്നു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ നിങ്ങളുടെയൊക്കെ വാർത്തകളെന്ന് പറയുന്നത്. ലോയേഴ്സ് കോൺഗ്രസ് പോലും അറിയാതെ മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനം അല്ലെങ്കിൽ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനം, അവരെ ആരെയും പരിഗണിക്കാതെ എടുക്കുന്ന തീരുമാനം എന്നുള്ള രീതിയിലേക്ക് വലിയ രീതിയിലൊരു വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസം. പക്ഷേ അദ്ദേഹം വിവാദങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങളോട് ചോദിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി കുടുക്കിൽ വീണത്. ഈ സത്യപ്രതിജ്ഞാ ലംഘനം പറയേണ്ടി വന്നത് അവിടെയാണ് അദ്ദേഹത്തിന്റെ ആ ഹോംവർക്കിന്റെ കുറവ് വരുന്നത്. ഒരിക്കലുമല്ല അദ്ദേഹത്തിന്റെ ഹോംവർക്കിന്റെ കുറവ് കൊണ്ടൊന്നല്ല. അവിടെ ഈ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് ആ വിഷയം ഉന്നയിച്ചത് ആരായാലും, ഏത് പത്രക്കാരായാലും അതുമായി ബന്ധപ്പെട്ട് ആ മാധ്യമപ്രവർത്തകൻ അത് ഉന്നയിക്കുമ്പോൾ അത് സമർത്ഥിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു മുഖ്യമന്ത്രിയുടെ രീതിയല്ലേ? കാരണം ജനങ്ങളെ പുറത്തു വന്നത്.